കുടുംബം, ഭവനം എന്ന് പറയുമ്പോൾ ഞാൻ ക്രിസ്തുവിന്റെ ഭവനമാണോ? ഞാൻ സഞ്ചരിക്കുന്ന സുവിശേഷമാണോ? എന്നോട് സംസാരിക്കുന്നവൻ ക്രിസ്തുവിനെ കേൾക്കാറുണ്ടോ? എന്നോട് ഇടപെടുന്നവൻ ക്രിസ്തുവിനെ അറിയാറുണ്ടോ? പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഭവനമായി എനിക്ക് സ്വയം മാറാൻ സാധിക്കുന്നുണ്ടോ? പ്രകാശത്തിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ക്രിസ്തു പറയുമ്പോൾ വെളിച്ചം സ്വയം പ്രകാശിക്കും. വെളിച്ചം ചുറ്റിലുമുള്ളവയെ പ്രകാശിപ്പിക്കും. എന്റെ സാന്നിധ്യം, പലപ്പോഴും നമ്മൾ പരാതി പറയാറുണ്ട്, അച്ഛാ ഞാൻ ഒരാൾ വിചാരിച്ചാൽ എന്റെ വീട് ഇവരെല്ലാം മാറിയാലേ എന്റെ വീട് നന്നാവൂ. എന്നാൽ എന്നെ ദൈവം നിയോഗിച്ചിരിക്കുന്നത് ആ വീടിന്റെ രക്ഷയ്ക്കായിട്ടാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ ഗൃഹം. രണ്ടാമത്തെ ഗൃഹം നസ്രത്തിലെ ഗൃഹം പോലെ, നസ്രത്തിലെ ഗൃഹം പോലെ അപ്പനും അമ്മയും മക്കളും ചേരുന്ന കുടുംബമാകുന്ന ഗൃഹം. നസ്രത്തിലെ കുടുംബത്തിന്റെ പ്രത്യേകത, ദൈവ ശബ്ദം കേട്ട് ഉറക്കത്തിലും ഉണരുന്ന ഒരു അപ്പൻ നസ്രത്തിലെ ഗൃഹത്തിലുണ്ടായിരുന്നു. യൗസേപ്പ് എന്നായിരുന്നു ആ അപ്പന്റെ പേര്. ഉറക്കത്തിൽ ദൈവത്തിന്റെ ദൂതൻ യൗസേപ്പിനെ പേര് ചൊല്ലി വിളിച്ചപ്പോൾ ആരാണെന്ന് ശങ്കിക്കാത്ത ആ അപ്പനെ പോലെ ഉറക്കത്തിലും ദൈവത്തോട് ചേർന്ന് ദൈവാലോചന ചോദിക്കുന്ന ഒരപ്പനുണ്ടാകുന്ന കുടുംബത്തിന്റെ പേരാണ് നസ്രത്തിലെ കുടുംബം. ആ കുടുംബത്തിലെ അമ്മ മറിയാം. ദൈവത്തിന്റെ ദൂതൻ അറിയിച്ച വാർത്ത സദ്വാർത്ത എന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നതെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയമുള്ളവരെ. സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചാൽ കന്യക ഗർഭം ധരിക്കുന്നത് എങ്ങനെ സദ്വാർത്തയായി മാറും? എങ്കിലും കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുന്നത് എങ്ങനെയെന്ന് മറിയാം ദൂതനോട് ചോദിക്കുമ്പോൾ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തില് ദൂതൻ മറുപടിയായിട്ട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നതെല്ലാം വിശുദ്ധമായി തീരും. ഒരമ്മ കുടുംബത്തിൽ ഈ കുടുംബത്തെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും? നമ്മുടെ ഇഷ്ടം പോലെ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പലരെയും നോക്കിയിട്ട് പറയും, അവർക്കൊക്കെ എന്തൊരു ഭാഗ്യമാ, അവർക്കൊക്കെ എന്തൊരു ഭാഗ്യമാ. അവരുടെയും എന്റെയുമല്ല, ദൈവത്തിന്റെ ഹിതത്തെ ഏറ്റെടുക്കുന്ന ഏത് കഷ്ടത്തിലും ഏത് കല്ലേറിലും ദൈവകൃപ കൊണ്ടൊരു ഭവനത്തെ നിറയ്ക്കാൻ ഒരമ്മയ്ക്ക് സാധിക്കുമ്പോഴാണ് ആ കുടുംബം നസ്രത്തിലെ കുടുംബമാവുന്നത്. അവിടേക്കാണ് ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ആ ഭവനത്തിലേക്ക് അയച്ചത്. നമ്മുടെ മക്കളെല്ലാം ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഭവനത്തിൽ ദൈവശബ്ദം ഉറക്കത്തിൽ പോലും കേൾക്കുന്ന അപ്പനും ദൈവശബ്ദത്തെ തിരിച്ചറിഞ്ഞ് ഏറ്റെടുക്കുന്ന അമ്മയും ശുശ്രൂഷ മനോഭാവത്തോടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് ആ ഗൃഹം നസ്രത്തിലെ ഗൃഹമാകുന്നത്. മൂന്നാമത്തെ ഗൃഹം ഭൂമി ഗൃഹമാണ്, പ്ലാനറ്റ് ഗൃഹം. ഈ ഗൃഹത്തിൽ മനുഷ്യനെ ഏൽപ്പിച്ചിട്ട് യഹോവയാം ദൈവം അവരോട് പറഞ്ഞു, തോട്ടം കാപ്പാനും വേല ചെയ്യുവാനും ഞാൻ നിന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നു. ഈ ഭൂമിയോട് ഞാൻ പാലിക്കേണ്ട ചില മര്യാദകൾ, എന്റെ സഹജീവികളോട് ഞാൻ പാലിക്കേണ്ട മര്യാദകൾ, എന്റെ സഭയോട് ഞാൻ പാലിക്കേണ്ട മര്യാദകൾ, എന്റെ സഹോദരനോട് ഞാൻ പാലിക്കേണ്ട മര്യാദകൾ, എന്റെ മാതാപിതാക്കളോട് ഞാൻ പാലിക്കേണ്ട മര്യാദകൾ, എന്റെ മക്കളോട് ഞാൻ പാലിക്കേണ്ട മര്യാദകൾ, ഇവയെല്ലാം ചേരുമ്പോഴാണ് ഗൃഹം പൂർണ്ണമാകുന്നത്. അപ്പോഴാണ് ദാവീദ് പറഞ്ഞത്, ആകയാൽ അടിയന്റെ ഗൃഹവും ഇത് അവിടുത്തെ മുൻപാകിയിരിക്കുന്നു, അടിയനോട് കൃപ തോന്നി അടിയനെ അനുഗ്രഹിക്കണമേ എന്ന്. 2 ശമൂവേൽ പുസ്തകം 7-ാം അധ്യായം 29-ാം വാക്യം. എന്താണ് ദാവീദ് അങ്ങനെ പറയാൻ കാരണം? ആടിനെ മേയിച്ചു കൊണ്ടിരുന്ന വെറും ദാവീദ്, മക്കളിൽ ഏറ്റവും നിസാരൻ, അപ്പൻ പോലും മറന്നുപോയവൻ, ദൈവസന്നിധിയിൽ ശ്രേഷ്ഠനാണ്. അവനെ പുൽമേടുകളിൽ നിന്ന് ഉയർത്തി സിംഹാസനത്തിൽ ഇരുത്തിയപ്പോൾ ദാവീദ് പറയുകയാണ്, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാനും എന്റെ ഗൃഹവും, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാനും എന്റെ ഗൃഹവും എന്തുള്ളൂ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ പുറകോട്ടുള്ള ജീവിതത്തെ ഒന്ന് ചിന്തിച്ചു നോക്ക്. എന്തുണ്ടായിരുന്നു? എത്ര പേർ ജനിച്ച വീട്ടിൽ തന്നെ ഇപ്പോഴും താമസിക്കുന്നു? എത്ര പേർ വന്നു കയറിയ വീട്ടിൽ ഇപ്പോഴും താമസിക്കുന്നു? മനോഹരമായി ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ദൈവം നമ്മെ ആക്കിയിരിക്കുമ്പോൾ നന്ദിയോടെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുവാൻ,
ഇവിടെ ദാവീദ് മുട്ടുകുത്തുന്നത് പോലെ നന്ദിയോടെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുവാൻ എനിക്കും നിങ്ങൾക്കും നമ്മുടെ തലമുറകളുടെ മുൻപിൽ സാധിക്കുമ്പോഴാണ് നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബം മനോഹരമായ കുടുംബമായി എന്ന് പറയാൻ സാധിക്കുക. ഇന്ന് മധ്യാഹ്നത്തിലെ ചിന്തയ്ക്കായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുന്ന വേദഭാഗം വിശുദ്ധ യൂദയുടെ ലേഖനം 1-ാം അധ്യായം 20-21 വേദഭാഗമാണ്. വിശുദ്ധ യൂദ എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-21 വാക്യം. വിശുദ്ധ യൂദയുടെ ലേഖനം വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിന്റെ തൊട്ട് മുൻപിലുള്ള പുസ്തകമാണ്. ഏറ്റവും ചെറിയ ലേഖനം, പുതിയ നിയമത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം എന്നറിയപ്പെടുന്ന വിശുദ്ധ യൂദയുടെ ലേഖനം. വിശുദ്ധ യൂദയുടെ ലേഖനം ഒറ്റ അധ്യായവും 25 വാക്യങ്ങളും മാത്രമാണുള്ളത്. ഈ 25 വാക്യങ്ങളിൽ കൂടെ ദൈവസഭ എങ്ങനെ ആയിരിക്കണമെന്ന് വിശുദ്ധ യൂദ വരച്ചു കാട്ടുകയാണ്. വിശുദ്ധ യൂദ ആദിമസഭയിലെ യെരൂശലേമിലെ ജനത്തിനു വേണ്ടി എഴുതിയതാണ്. എഴുതാനുണ്ടായ കാരണം യെരൂശലേമിലെ സഭ ക്രിസ്തു യേശുവിന്റെ ഉത്ഥാനത്തിനു ശേഷം ശിഷ്യന്മാരെല്ലാം ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ദൈവവേല ചെയ്തുകൊണ്ടിരുന്നപ്പോഴും യെരൂശലേമിലെ സഭയിൽ ചില നുഴഞ്ഞുകയറ്റക്കാർ വിശ്വാസത്തിൽ വെള്ളം കലക്കാൻ ശ്രമിച്ച സമയത്ത് വിശുദ്ധ യൂദ ക്രിസ്തുവിൽ നിറഞ്ഞവനായി, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് അവരോട് പറയുകയാണ്, തെറ്റായ ഉപദേശങ്ങൾക്കെതിരെ ഉറച്ചു നിൽപ്പാൻ നിങ്ങൾ ശ്രദ്ധയുള്ള കേൾവിക്കാരാകണമെന്ന്. രണ്ടാമതായിട്ട് ഈ ലേഖനം പഠിപ്പിക്കുന്നത് വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. വിശ്വാസത്തിൽ പൂർവികരെ പോലെ നിലനിൽക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഒന്നുമില്ലായ്മയുടെ കാലത്ത് ചാണകം മെഴുകിയ തറയിലും ഓലമേഞ്ഞ വീട്ടിലും കണ്ണുനീരോടുകൂടി മുട്ടുമടക്കാൻ മടിയില്ലാത്ത ആ നല്ല മാതാപിതാക്കളുടെ വിശ്വാസം, കർത്താവിന്റെ വിശ്വാസത്തെ ശിഷ്യന്മാർ ഏറ്റെടുത്തപ്പോൾ ആ ഏറ്റെടുത്ത വിശ്വാസത്തെ അനന്തര തലമുറയായ വിശ്വാസികൾ നമ്മുടെ വരും തലമുറയ്ക്ക് കൊടുക്കുവാൻ തയ്യാറാകുമ്പോഴാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ അതിവിശുദ്ധ വിശ്വാസം പൂർണ്ണമാകുന്നത്. 1-ാം അധ്യായം 20-ാം വാക്യം പറയുന്നു, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തിയും, 2 പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും, 3 നിത്യജീവനായി നമ്മുടെ കർത്താവിന്റെ കരുണയ്ക്കായിട്ട് കാത്തിരുന്നും, 4 ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീനെന്ന്. 4 കാര്യങ്ങളാണ് നമ്മുടെ കുടുംബങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. ഒന്നാമത്, ആകയാൽ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. നമ്മുടെ വിശ്വാസത്തിന്റെ പേരെന്താ? എന്തെങ്കിലും ഒന്ന് തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാവോ? എന്തും സംഭവിക്കാം. കാരണം എന്താണ്? മുൻപിലിരിക്കുന്നയാള് പകുതിയും പുറകിലിരിക്കുന്നയാള് പൂർണ്ണമായിട്ട് ഉറങ്ങിയിരിക്കുക. പുറകിൽ നിന്നൊരു ഫോഴ്സ് മുന്നിലോട്ട് വന്നാൽ ആ കസേരകൾ കട്ടപ്പെടാന്ന് മുന്നോട്ട് വീഴും. ആകെ ഉണ്ടായിരിക്കുന്നത് മാനമാണ്. അതും 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 അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ പേരെന്താണ്? എന്താണ് പേര്? അതിവിശുദ്ധ വിശ്വാസം. നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി എന്തു ചെയ്യണം? ആത്മീക വർധനവ് വരുത്തണം. കുറെ ദിവസമായല്ലോ ഇവിടെ വന്നിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ടത്തെ ശുശ്രൂഷയും കൂടെ കഴിഞ്ഞ് പോകാനായിട്ട് ഇരിക്കുന്നവരാണ് ഇതിൽ ഒത്തിരി പേര്. അടുത്ത ദിവസമൊക്കെ അടുത്ത ആഴ്ച ദേവാലയത്തിൽ ആരാധന കഴിയുമ്പോൾ പരസ്പരം, നീ വന്നില്ലായിരുന്നോ? വന്നായിരുന്നു. കേട്ടായിരുന്നോ? കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യത്തെ ദിവസത്തെ ഇന്നയാള് നമുക്ക് കൃത്യം കാര്യങ്ങൾ അറിയാം. കാര്യങ്ങളല്ല ചോദിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുവാൻ ഈ ദിവസങ്ങളിൽ സാധിച്ചിട്ടുണ്ടോ? പഴയ മനുഷ്യനായി വീണ്ടും പള്ളിയിൽ ദേവാലയത്തിലേക്ക് പോകാനോ, പഴയ മനുഷ്യനായി വീണ്ടും കുടുംബത്തിലേക്ക് പോകാനോ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ലെങ്കിൽ എന്തിനാണ് പ്രിയമുള്ളവർ ഈ ചൂടുള്ളപ്പോൾ ഈ ചൂടത്ത് വന്നിരിക്കേണ്ട കാര്യം? എന്റെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ആത്മീക വർധനവ് 2025 നിന്ന് 2026 കർത്താവ് എനിക്ക് ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ, കർത്താവെ ആത്മീക വർധനവ് വരുത്തുവാൻ എന്നെ സഹായിക്കുമെന്ന പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടെന്നാൽ ഈ കർത്താവ് തന്നെ പറയുന്നുണ്ട്, വിതക്കാരന്റെ ഉപമയിൽ കേൾക്കുന്ന വിത്തുകൾ പലതും വഴിയിൽ പോകത്തേയുള്ളൂ. നമ്മൾ ഇവിടുന്ന് വിത്തൊക്കെ കേട്ട് വചനം ഉള്ളിൽ വഹിച്ചുകൊണ്ട് വണ്ടി എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ മുന്നിലുള്ള വണ്ടിക്കാരൻ മാറി തന്നില്ലെങ്കിൽ കേട്ട വചനം മുഴുവനോടെ പോവുകയാണ്. കൈവെപ്പൊഴിച്ച് ബാക്കി എല്ലാ ശുശ്രൂഷകളും അവിടെ പൂർണ്ണമാകുകയും. എന്തിന്? നമുക്ക് തിരുമേനി പ്രത്യേകം പറഞ്ഞു, ഫുഡ് വേണ്ടവർ വൈകിട്ട് കൂപ്പൺ എടുക്കണം. കാരണം 10 മിനിറ്റ് നിൽക്കേണ്ടി വന്നാൽ എന്ത് സംഭവിക്കും? എന്തു വേണമെങ്കിലും
നമ്മുടെ നാടൊരു പ്രത്യേക നാടാണ്. കഴിഞ്ഞ ആഴ്ച മുഖത്ത് തേക്കുന്ന ഫേസ് ക്രീം കൊടുക്കാത്തതിന്റെ പേരിൽ കമ്പി വടി കൊണ്ട് അമ്മയുടെ നടുവ് തല്ലി ഒടിച്ച ഒരു മകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന നമ്മൾ കണ്ടു. എന്തും സംഭവിക്കാം, എന്തും സംഭവിക്കാവുന്നതുപോലെ പൊട്ടിത്തെറിക്കുന്നവരാണ്. വഴിയിൽ വീണ വിത്തുകളാണ് അതെല്ലാം. ചിലതാകട്ടെ കേൾക്കുമ്പോ വിചാരിക്കും നാളെ തൊട്ട് ഞാൻ ഇതെല്ലാം, പക്ഷെ പാറപ്പുറത്ത് വീണ വിത്താണ്. പഴയ സ്വഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. പ്രകോപിതമായ എന്തെങ്കിലും സാഹചര്യം വരുമ്പോൾ എന്റെ തനി സ്വഭാവം പുറത്തു വരുന്നു. അതിവിശുദ്ധ വിശ്വാസത്തിൽ ആത്മീക വർധനവ് വന്നില്ല. 3, ചിലത് മുള്ളുകളുടെ ഇടയിൽ വീഴും. അതെന്ന് പറയുന്നത് നമ്മളിലേറെ ഭക്തരും അങ്ങനെയാ. നമ്മുടെ പ്രാർത്ഥന കേട്ട സ്വർഗം ചായച്ച് കർത്താവ് പോലും അമേൻ കർത്താവേ വേഗം വരണമെന്ന് കർത്താവ് ഓർക്കുന്ന ഇപ്പൊ അങ്ങോട്ട് അതുപോലെ പ്രാർത്ഥനയാ. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ എന്റെ യഥാർത്ഥ സ്വഭാവം ഒരുപോലെ രണ്ടിനെയും വളർത്തുന്നവരാണോ നമ്മൾ? 4, നല്ല നിലത്ത് വീണ വിത്ത്. കർത്താവ്, ഈ ദിവസങ്ങളിൽ ഞാൻ കേട്ട വചനം എന്റെ കുടുംബങ്ങളിൽ, എന്റെ ഹൃദയങ്ങളിൽ, എന്റെ ജീവിതത്തിൽ, എന്റെ സ്വഭാവത്തിൽ, എന്റെ ബലഹീനതകളിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വീണ്ടും പറയാണ്, നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി രണ്ടാമത് പറയുന്നു, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാണോ? ശബ്ദത്തിൽ പ്രാർത്ഥിക്കുന്നവരാണ്, ഈണത്തിൽ പ്രാർത്ഥിക്കുന്നവരാണ്. പരിശുദ്ധാത്മാവിൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാറുണ്ട്? എത്ര പേർക്ക് സാധിക്കാറുണ്ട്? കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടിയുള്ള പ്രാർത്ഥന. ഒരിക്കലേ കുരങ്ങന്മാരെല്ലാവരും ഇങ്ങനെ വട്ടത്തിലിരിക്കുക. ഉറങ്ങുന്നവരൊക്കെ എണീക്കണേ. കുരങ്ങന്മാരെല്ലാം വട്ടത്തിലിരിക്കുകയാണ്. ഭയങ്കര തണുപ്പാ. അപ്പൊ ഒരു കുരങ്ങൻ മറ്റൊരു കുരങ്ങനോട് പറഞ്ഞു, നമ്മൾ കാട്ടിലല്ലേ, നാട്ടിൽ തീ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ ഉണങ്ങിയ ഇലമുകളില് ഈ തീ ഇട്ട് ഇവര് കത്തിക്കും. നല്ല ചൂട് കിട്ടും. തണുപ്പിൽ നിന്ന് രക്ഷിക്കാൻ ആ തീയാണ് അവർ ഉപയോഗിക്കുന്നത്. അവർ പെട്ടെന്നൊരു കമ്മിറ്റി കൂടി നാളെ ഒരാളെ നാട്ടിലേക്ക് അയക്കാമെന്ന് തീരുമാനിച്ചു. പിറ്റേ ദിവസം അയാൾ നാട്ടിലേക്ക് പോകുകയാണ്. അയാൾ ഓടി വന്നിട്ട് പറയാണ്, നമ്മൾ ആഗ്രഹിച്ചത് കിട്ടിപ്പോയി, അത് എന്റെ കയ്യിലുണ്ട് എന്ന്. പെട്ടെന്ന് തന്നെ അവർ ഉണങ്ങിയ ഇലകളെല്ലാം കൂട്ടിയിട്ടു, ഉണങ്ങിയ വിറകുകളെല്ലാം വെച്ചു, ഈ തീപ്പൊരി അങ്ങോട്ട് വെച്ചു, ഊതാൻ തുടങ്ങി. ഊതി ഊതി മാറി മാറി വെളുക്കുവോളം ഊതിയിട്ടും അതിൽ നിന്ന് തീ വരുന്നില്ല. ഇത് കണ്ട് പ്രായമായ ഒരു കുരങ്ങൻ അടുത്തേക്ക് വന്ന് പ്രഭാതമായപ്പോൾ പറഞ്ഞു, നമ്മൾ ഇത്രയും നേരം ഊതിയത് തീയിലല്ല, മറിച്ച് തീപ്പൊരി പോലെ തോന്നിക്കുന്ന മിന്നാമിനുങ്ങിനെയാണ്. മിന്നാമിനുങ്ങിനെ തീപ്പൊരി പോലെ തോന്നുമെങ്കിലും അത് തീപ്പൊരിയല്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മൾ പലതും കാണാതെ പഠിച്ചിട്ടുണ്ട്. അത് ആവർത്തിക്കുന്നതിന്റെ പേര് നമ്മൾ പ്രാർത്ഥന എന്ന് പറയും. നമ്മൾ പലതും കാണാതെ പാട്ട് പഠിച്ചിട്ടുണ്ട്. അത് പാടുന്നതിന്റെ പേര് പ്രാർത്ഥന എന്ന് പറയും. കുടുംബ പ്രാർത്ഥന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലയിടത്ത് ഇല്ല. എന്നാൽ കുടുംബ പ്രാർത്ഥന ഇല്ലേ എന്ന് ചോദിച്ചാൽ ചിലയിടത്ത് ഉണ്ട്. എന്നാൽ ദൈവ സാന്നിധ്യത്തിൽ കണ്ണുനീരോടുകൂടി അപ്പനും അമ്മയും മക്കളും ഒന്ന് ചേർന്ന് ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ്, പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വേണം. കാരണം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം നൽകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ സംസാരിച്ചെങ്കിൽ മാത്രമേ ഏത് വഴിയിൽ കൂടെ സഞ്ചരിക്കണമെന്ന് ബോധ്യം അവരുടെ ഉള്ളിലുണ്ടാകുകയുള്ളൂ. ഏത് വലിയ സ്ഥാനത്തെത്തിയില്ലെങ്കിലും ദൈവകൃപയുള്ള കുഞ്ഞുങ്ങളാകണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഇടയിൽ വേണം. മൂന്നാമത് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുക, നിത്യജീവനായിട്ട്, നമ്മുടെ കർത്താവിന്റെ കരുണയ്ക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. എന്തിനു വേണ്ടിയാണ്? നിത്യജീവൻ. നിത്യജീവൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം ഒരു സ്വപ്നമാണ്, അല്ലെ? നിത്യജീവൻ കർത്താവിനോടൊപ്പം സ്വർഗത്തിൽ കോടാനുകോടി മാലാഖമാരോടൊപ്പം സ്വർണ്ണത്തേരിൽ ഇറങ്ങി വരുന്ന ദൈവത്തോടൊപ്പം സുഖ സന്തോഷത്തോടുകൂടി സ്വർഗത്തിൽ പോകണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ? സ്വർഗത്തിൽ പോകണ്ടാത്ത ആരെങ്കിലും? ആരുമില്ല. ഇങ്ങനെ ഇരുന്നവര് പോലും കൈ താത്തിട്ടു. നമുക്ക് എല്ലാവർക്കും എവിടെ പോകണം? ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ആദ്യം പോകേണ്ട ആരെങ്കിലും ഉണ്ടോ? നമ്മൾ അറിയാതെ പോലും കൈ. മരിച്ചാലേ എവിടെ പോകാനൊക്കെ ഉള്ളൂ? എവിടെ പോകാനൊക്കെ ഉള്ളൂ? മരിക്കാൻ നമുക്ക് താല്പര്യമില്ല. നമുക്ക് എന്ത് വേണം? നമുക്ക് നിത്യജീവൻ വേണം. നിത്യജീവന് വേണ്ടി നമ്മുടെ കർത്താവിന്റെ കരുണയ്ക്കായിട്ട് കാത്തിരിക്കണം, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മണവാളന്റെ വരവിനായിട്ട് കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കരുത്? ജീവിതത്തിൽ എങ്ങനെ ഇരിക്കരുത്? മണവാളൻ വരും വാനമേഘത്തിൽ
മയങ്ങാനിനിയും സമയമില്ല. മധ്യാകാശത്തിങ്കൽ മഹൽ ദീനത്തിൽ മണവാട്ടിയായി നാം പറന്നു പോകും. മണവാളൻ വരും വാനമേഘത്തിൽ. മയങ്ങാനിനിയും സമയമില്ല. മധ്യാകാശത്തിങ്കൽ മഹൽ ദീനത്തിൽ മണവാട്ടിയായി നാം പറന്നു പോകും. കർത്താവിന്റെ ദൂതൻ ഇറങ്ങി വന്ന് നമ്മെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന നിത്യജീവൻ നമുക്ക് എങ്ങനെ ലഭിക്കും? എങ്ങനെ ലഭിക്കും? റോമാലേഖനം 6-ാം അധ്യായം പറയുന്നു, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിന്റെ അന്ത്യം നിത്യജീവനുമാകുന്നു. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോഴാണ് നമുക്ക് നിത്യജീവൻ എന്ന അവകാശമുണ്ടാകുന്നത്. വീണ്ടും 4-ാമതായിട്ട് ശ്ലീഹ പറയുകയാണ്, നിങ്ങൾ ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കണമെന്ന്. നമുക്ക് പറയാൻ സാധിക്കുമോ എന്റെ വീട്ടിലുള്ള സ്നേഹത്തിന്റെ പേര് ദൈവസ്നേഹമെന്നാണെന്ന്? നമുക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കും ഞാനായിരിക്കുന്ന സഭയിലുള്ള സ്നേഹത്തിന്റെ പേര് ദൈവസ്നേഹമാണെന്ന്? നമുക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കും? 1 കൊരിന്ത്യർ 13-ാം അധ്യായം 4-ാം വാക്യം പറയുന്നു, സ്നേഹത്തിന്റെ പ്രത്യേകത, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. ഇന്ന് നമുക്കില്ലാത്തത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കില്ലാത്ത എന്താണ്? പണ്ട് ഒരു എഴുത്തയച്ചാൽ അത് കിട്ടാൻ 3 ദിവസം, മറുപടി വരാൻ എഴുതാൻ 3 ദിവസം, അയച്ചിട്ട് വീണ്ടും കിട്ടാൻ 3 ദിവസം, എല്ലാം കൂടെ ഒരു 2 ആഴ്ച. അന്ന് ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു, മറുപടി വരട്ടെ. എന്നാൽ ഇന്ന് നമ്മളൊരു മെസ്സേജ് അയക്കും, ഓൺ ദ സ്പോട്ടിൽ നീല ടിക്ക് കണ്ടില്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥരാണ്. പിന്നെ എങ്ങനെയാണ് തലമുറകൾ ക്ഷമയുള്ളവരായി തീരുന്നത്? ദീർഘക്ഷമ കുടുംബങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ കുറവുകളോടുകൂടി ജീവിത പങ്കാളിയെ ഏറ്റെടുക്കാൻ സാധിക്കണം. ഇനി അദ്ദേഹത്തെ മാറ്റാനോ ഇനി എന്റെ ഭാര്യയെ മാറ്റാനോ ഒന്നും സാധ്യമല്ല. കുറവുകളോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് ദീർഘക്ഷമ കുടുംബത്തിൽ വർക്കൗട്ട് ആകുന്നത്. 2 പറയാണ്, ദൈവസ്നേഹം ദയ കാണിക്കുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്നേഹം ദേഷ്യപ്പെടുന്നില്ല. എന്നാൽ ചിന്തിച്ചു നോക്ക്, ഇന്ന് തന്നെ എത്ര പ്രാവശ്യം നമുക്ക് ദേഷ്യം വന്നു പല കാര്യത്തിന്? വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഞാൻ എത്ര പ്രാവശ്യം ദേഷ്യപ്പെട്ടു? അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, കുടുംബങ്ങളിൽ കുറവുകളോടുകൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് ദൈവസന്നിധിയിൽ നമ്മൾ ഒരു മനമോടെ ഇരിക്കുന്നതെന്ന് മറന്നു പോകരുത്. ഇവിടെ പണ്ടൊക്കെ ഗാനമേള തുടങ്ങാൻ നേരത്ത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ, ഒരു സ്റ്റേജ് നിറച്ചു ഇൻസ്ട്രുമെന്റുകളായിരിക്കും. വയലിൻ, ഗിറ്റാർ, തബല, ഫ്ലൂട്ട്, അങ്ങനെ വ്യത്യസ്തമായ ഉപകരണങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിക്കും. അവിടെ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന സമയത്ത് ആദ്യം ഗാനമേള തുടങ്ങുന്നതിന്റെ ലക്ഷണമായിട്ട് ഈ പാട്ട്, ഓരോ ഇൻസ്ട്രുമെന്റ് വായിക്കുന്ന ആൾക്കാരും അവരവരുടെ ഇൻസ്ട്രുമെന്റ് ഇങ്ങനെ ഒന്ന് അനക്കും. വയലിന് ഒരു വ്യത്യസ്ത ശബ്ദം, തബലയ്ക്ക് മറ്റൊരു ശബ്ദം, ഫ്ലൂട്ടിന് മറ്റൊരു ശബ്ദം. എന്നാൽ ഗാനമേള ആരംഭിച്ചു കഴിയുമ്പോൾ ഇവയ്ക്കെല്ലാം ഒരേ ശബ്ദം, ഇവർക്കെല്ലാം ഒരേ ശബ്ദം. ഇത് തന്നെയാണ് കുടുംബജീവിതം. അപ്പനൊരു പക്ഷെ വയലിന്റെ ശബ്ദമായിരിക്കും, അമ്മയ്ക്കൊരു പക്ഷെ തബലയുടെ ശബ്ദമായിരിക്കും, വന്ന മക്കൾക്കും വന്ന മരുമക്കൾക്കുമൊക്കെ വ്യത്യസ്തമായ ശബ്ദങ്ങൾ, കൊച്ചുമക്കൾക്ക് അതിലും വ്യത്യസ്തമായ ശബ്ദം. എന്നാൽ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ശബ്ദമാകുമ്പോഴാണ് കുടുംബം ഇമ്പമുള്ളതാകുന്നത്. സഭയിൽ വന്ന ശുശ്രൂഷകൻ ഒരു ശബ്ദം, ഓരോ കമ്മിറ്റിക്കാർക്കും വ്യത്യസ്ത ശബ്ദം, ഇടവകകളെല്ലാം വ്യത്യസ്ത ശബ്ദങ്ങൾ. എന്നാൽ എല്ലാവരും ചേർന്ന് ഒരു ശബ്ദമായി തീരുമ്പോഴാണ് ഒരു വലിയ കൂട്ടം ദൈവസന്നിധിയിൽ ഒരു മനമോടെ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ഒക്കെ കുടുംബജീവിതത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഫാമിലി ഈസ് എ ടീം വർക്ക്. കുടുംബം എന്ന് പറയുന്ന ഒരു ടീം വർക്കാണ്. ടീം എന്ന വാക്കിന് 4 അക്ഷരങ്ങളാണുള്ളത്. TEAM. ടുഗദർ എവരിവൺ അച്ചീവ്സ് മോർ. എല്ലാവരും കൂടെ ചേരുമ്പോഴാണ് അത് കുടുംബമായി തീരുന്നത്. ഫാമിലി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കാണ് ഫാമിലി. ഫാമിലിയുടെ 1ാമത്തെ അക്ഷരം F. ഫാമിലിക്കുള്ളിൽ ഫെലോഷിപ്പ് ഉണ്ടായിരിക്കണമെന്നാണ് കുടുംബം എന്ന വാക്ക് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ എത്ര ഫെലോഷിപ്പുകൾ ഉണ്ട്, എത്ര സ്നേഹ സംഭാഷണങ്ങളുണ്ട്, എത്ര സ്നേഹപരമായ അംഗീകരിക്കലുകളുണ്ട് എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം.
പലപ്പോഴും നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഈ ഫെലോഷിപ്പുകൾ കുറഞ്ഞു പോകുന്നതിന് കാരണം ഒരാളെ അംഗീകരിക്കാൻ മറ്റേയാൾക്ക് സാധിക്കാതെ വരുമ്പോഴാ. വിശുദ്ധ വേദപുസ്തകത്തിൽ 2 ശമൂവേൽ പുസ്തകം 6-ാം അധ്യായത്തില് ദാവീദ് രാജാവിന്റെ കുടുംബം കാണാം. ദാവീദ് രാജാവും മീഖൾ രാജ്ഞിയും അവരുടെ ആഗ്രഹമായിരുന്നു യഹോവയുടെ പെട്ടകം തന്റെ രാജ്യത്തിന്റെ അകത്തേക്ക് കൊണ്ടുവരണമെന്ന്. രാജ്യത്തിന്റെ അകത്തേക്ക് പെട്ടകമായി കടന്നു വരുന്ന രാജാവ് തന്റെ സ്വപ്നത്തെ സാക്ഷാത്കരിച്ചുകൊണ്ട് മതിമറന്ന് നൃത്തം ചെയ്യുകയാണ്. മതിമറന്ന് നൃത്തം ചെയ്യുന്ന ഈ രാജാവിനെ ഉയരത്തിലെ കിളിവാതിൽ കൂടി മീഖൾ രാജ്ഞി കാണുകയാണ്. മീഖൾ രാജ്ഞി ഇങ്ങനെ പറയാണ്, തന്റെ മുമ്പാകെ കുതിച്ച് നൃത്തം ചെയ്യുന്നത് കണ്ട് ഹൃദയത്തിൽ അവൾ നിന്ദിച്ചു. ഹൃദയത്തിൽ നിന്ദിച്ചു. കാരണം നാടിന്റെ രാജാവ്, ദേശത്തിന്റെ രാജാവ് നിസാരന്മാരിൽ ഒരുവനെ പോലെ, സാധാരണ ജനത്തെ പോലെ പഞ്ഞി നൂലങ്കി ധരിച്ച് നൃത്തം ചെയ്യുന്ന കാഴ്ച രാജ്ഞിക്ക് സഹിക്കാൻ പറ്റിയില്ല. നോട്ടം തെറ്റിപ്പോയി, ഹൃദയത്തിൽ നിന്ദിച്ചു. കൊട്ടാരത്തിലേക്ക് കടന്നു വന്ന രാജാവ് ജനങ്ങളെ അനുഗ്രഹിച്ച് കുടുംബത്തിന്റെ അകത്തേക്ക് അനുഗ്രഹിക്കാനായിട്ട് വന്നപ്പോൾ രാജ്ഞിയുടെ മുഖത്ത് മാത്രം അത്ര കണ്ട് പ്രസാദം പോരാ. രാജാവ് രാജ്ഞിയോട് ചോദിക്കുകയാണ്, എന്താണ് നിന്റെ മുഖം വാടിയിരിക്കുന്നതെന്ന്. രാജ്ഞി മറുപടിയായിട്ട് 20-ാം വാക്യം പറയുകയാണ്, നിസാരന്മാരിൽ ഒരുവനെ പോലെ തന്നെ അനാവൃതനാക്കി ഇന്ന് ദാസന്മാരുടെയും ദാസികളുടെയും മുൻപാകെ നൃത്തം ചെയ്യുന്ന നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന് ഒരു രാജാവിനോട് ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് രാജ്ഞിക്ക് രാജാവിനോട് നിന്ന തോന്നിയത്? കാരണം അവരുടെ ഇടയിലെ സ്നേഹബന്ധങ്ങൾ, അവരുടെ ഇടയിലെ കൂട്ടായ്മയേക്കാൾ കൂടുതൽ നോട്ടം തെറ്റിപ്പോയി. നോക്കിയത് ദൈവത്തിന്റെ പെട്ടകത്തിലായിരുന്നില്ല, മറിച്ച് രാജാവിന്റെ കുറവിലായിരുന്നു. നമ്മളോട് തന്നെ ചോദിച്ചു നോക്കിക്കേ, എന്റെ ജീവിത പങ്കാളി എനിക്ക് ചെയ്തു തരുന്നതിലാണോ? കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും കൂടുതൽ പരിചയം ആരെയാന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയുന്ന ആരുടെ പേരാന്നറിയോ? ഇസ്കരിയോത്ത. പറ, നമ്മൾ ഉറപ്പിച്ചു പറയുന്ന ശിഷ്യൻ ആരാണ്? അതെന്താ? ബാക്കി 11 പേരും നമുക്ക് കുറ്റം പറയാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കുക? ഒരാളുടെ കുടുംബത്തിലും ഇന്ന് അത് തന്നെയാണ് സംഭവിക്കുന്നത്. എനിക്ക് എന്റെ ജീവിത പങ്കാളി ചെയ്തു തരുന്ന നന്മകളിലല്ല, അവർ എനിക്ക് ചെയ്തു തരുന്ന ചെറിയ ചെറിയ കുറവുകളിൽ. എന്റെ മാതാപിതാക്കൾ എനിക്ക് തന്നതിലല്ല, എന്റെ മാതാപിതാക്കൾ എനിക്ക് തരാത്തതിൽ ഞാൻ അവരെ കുത്തി വേദനിപ്പിക്കാറുണ്ട്. എന്റെ മക്കള് എന്നെ നോക്കുന്നതിലല്ല, എന്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു കാര്യം എന്റേത് ശ്രദ്ധിക്കാൻ പറ്റാത്തതിലാണ് എന്റെ നോട്ടം ഉടക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഹൃദയത്തിൽ നിന്നയുണ്ടാവും. ഹൃദയത്തിൽ നിന്നയുണ്ടാവുമ്പോ എന്ത് ചെയ്യും? വായിൽ കൂടെ അത് പുറത്തു വരും. നമ്മുടെ പല കലഹത്തിന്റെയും കാരണം എന്താണ്? നമുക്ക് ഭക്തിയില്ലാത്തതല്ല. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 26-ാം വാക്യം പറയുന്നു, ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് വിചാരിച്ചാൽ അവന്റെ ഭക്തി ദൈവസന്നിധിയിൽ വ്യർത്ഥ. എത്ര പാടിയാലും, എത്ര ഘോഷിച്ചാലും, എത്ര പ്രാർത്ഥിച്ചാലും തന്റെ നാവിനെ കടിഞ്ഞാണിടാൻ വയ്യാത്തവൻ തന്റെ ഹൃദയത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. പലരുടെയും മുഖത്തെ ചിരി പോയി. എന്നിട്ട് ഇപ്പൊ മനസ്സിൽ ചിന്തിക്കുന്ന എന്താ? ചിലതൊക്കെ കേട്ടാ പറയാതിരിക്കാൻ പറ്റുമോ? ചിലതൊക്കെ കേട്ടാ പറയാതിരിക്കാൻ പറ്റുമോ? ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാൻ കുടുംബത്തിൽ ആർക്ക് സാധിച്ചില്ല? മീഖൾ രാജ്ഞിക്ക് സാധിച്ചില്ല. എന്നാൽ ഭക്തനായ ദാവീദ് രാജാവാകട്ടെ ഒട്ടും വ്യത്യാസമായിരുന്നില്ല. 22-ാം വാക്യത്തിൽ പറയുകയാണ്, നിന്റെ അപ്പനായ ശൗൽ രാജാവിനേക്കാൾ എന്നെ ഉയർത്തിയ എന്റെ ദൈവത്തിന്റെ മുൻപിൽ ഞാൻ ഇനിയും കുതിച്ചു നൃത്തം ചെയ്യുമെന്ന്. ഭക്തനാണ്. ഏറ്റവും കൂടുതൽ പ്രകോപിതനായപ്പോൾ ആദ്യം പറഞ്ഞത് ആരെയാണ്? നിന്റെ അപ്പനായ. നമ്മുടെ വായിലെ വാക്കുകൾ ദേഷ്യം വരുമ്പോൾ പലപ്പോഴും നമ്മുടെ മക്കളുടെ മുൻപിൽ മാതൃകയില്ലാത്തവരായിട്ട് സന്ധ്യയാകുമ്പം പിള്ളേരെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ മനസ്സിൽ കൂടെ ചോദിക്കും, എന്തിനാണ് ഈ വീട്ടില് എന്തിനാ മമ്മി ഇങ്ങനെ? പറ, നിങ്ങൾ മിണ്ടില്ലേ? നിങ്ങൾ മിണ്ടാട്ടം ഇല്ലാത്തവരാണോ? ഉച്ചയ്ക്ക് ഉറങ്ങിപ്പോവും. എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് നമ്മളോട് തന്നെ ചോദിച്ചിട്ടില്ലേ? ഈ പ്രാർത്ഥിക്കുന്ന ഞാൻ എന്താ ഇങ്ങനെ? നമ്മളോട് തന്നെ ചോദിക്കാറില്ലേ? കുടുംബങ്ങളിൽ കുറവുകളോടുകൂടി പരസ്പരം ഏറ്റെടുക്കാൻ ദാവീദ് രാജാവ് ആദ്യം തന്നെ പറഞ്ഞത് മീഖൾ രാജ്ഞിയുടെ അപ്പനെയാണ്. അങ്ങനെയെങ്കിൽ എന്റെ വായിലെ വാക്കുകൾ എന്റെ തലമുറയുടെ മുൻപാകെ, എന്റെ ദൈവത്തിന്റെ മുൻപാകെ എങ്ങനെയെന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. ഫാമിലിയിലെ 2-ാമത്തെ അക്ഷരം ആക്സെപ്റ്റൻസ്, അംഗീകരിക്കുക. എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യണം? കുറവുകളോടുകൂടി, കുറ്റങ്ങളോടുകൂടി ആക്സെപ്റ്റ് ചെയ്യണം. ഒരിക്കല് ഒരു 50th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷന് ആ പള്ളിയിലെ വികാരി അച്ഛനെ എല്ലാം വിളിച്ചു.
ഭയങ്കര ആഘോഷമാണ്. മക്കളെല്ലാം വിദേശത്തു നിന്ന് വന്നു. 50ാമത്തെ വിവാഹ വാർഷിക ആഘോഷം. പരസ്പരം കേക്കൊക്കെ മുറിച്ച് ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് ആ വീട്ടിലെ അപ്പച്ചൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഒന്ന് പുറത്തോട്ട് വരുമോ, ഒരു കാര്യം പറയാനുണ്ട്. അച്ഛൻ പുറത്തോട്ട് ചെന്നപ്പോൾ അച്ഛനോട് പറയാ, അച്ഛാ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഡിവോഴ്സ് വാങ്ങിച്ചു തരണം. അച്ഛൻ ചോദിച്ചാ എന്താ? എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഡിവോഴ്സ് വാങ്ങിച്ചു തരണം. അച്ഛൻ ചോദിച്ചു, അപ്പച്ച അതെന്താ അങ്ങനെ പറയുന്നത്? 50 വർഷം ദൈവം തന്ന അനുഗ്രഹം, അച്ഛാ ദൈവം തന്ന അനുഗ്രഹം എല്ലാം ഞാൻ എണ്ണുന്നുണ്ട് അച്ഛാ, പക്ഷെ ഇതെനിക്ക് പറ്റത്തില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു, 50 വർഷം സഹിച്ചില്ലേ, ഇനി എന്തോ വേണം? അന്നേരം പറഞ്ഞു, അച്ഛാ ഇവക്കൊരു ദുസ്വഭാവം ഉണ്ട്, ഒന്ന് പറഞ്ഞ് രണ്ടിന് കൈ കിട്ടുന്നതെല്ലാം എടുത്തെറിയും. അപ്പൊ അച്ഛൻ വീണ്ടും തോളെ തട്ടിട്ട് പറഞ്ഞു, അപ്പച്ചാ 50 വർഷം സഹിച്ചില്ലയോ, ഇനി എന്തോ വേണം? അച്ഛനത് പറയാം. തുടക്കത്തിൽ അവൾ എറിയുമെങ്കിലും ഏറിൽ ഉന്നമില്ലായിരുന്നു, അതെനിക്ക് കൊള്ളുന്നില്ലായിരുന്നു. 50 വർഷത്തെ ഏറുകൾ കൊണ്ട് പ്രാക്ടീസായി അവൾ എറിയുന്നതെല്ലാം കൃത്യം എനിക്ക് കൊള്ളുന്നുണ്ട്. ഇനി എനിക്കിത് സഹിക്കാൻ വയ്യ. എന്നാൽ അച്ഛൻ കാത്തിരുന്നു. ഫെലോഷിപ്പിന് വന്നപ്പോൾ അമ്മച്ചി ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച ദിവസം. അച്ഛൻ ഇങ്ങനെ ചോദിച്ചു, അടുത്ത ജന്മത്തിൽ ഇതേ ഭർത്താവിന്റെ ഭാര്യയാകാൻ താല്പര്യമുള്ള ഒരു കൈവക്കാൻ. ചെറുപ്പക്കാരെല്ലാവരും കൈ കെട്ടിയിരുന്നു. അമ്മച്ചി നല്ല ഉറക്കമായിരുന്നു. അച്ഛൻ വീണ്ടും ചോദിച്ചു, അടുത്ത ജന്മത്തിൽ ഇതേ ഭർത്താവിന്റെ ഭാര്യയാവാൻ താല്പര്യമുള്ള ഒരു കൈവക്കാൻ. അമ്മച്ചി വേഗം കൈപൊക്കി. അച്ഛൻ അമ്മച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, കണ്ടോ, ഇതാണ് പഴയ തലമുറ. എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർ ഒരുമിച്ച് നിൽക്കുകയാണ്. അമ്മച്ചി മുന്നോട്ട് വന്നാട്ടെ, അമ്മച്ചി ഒന്ന് ഇവരോട് പറഞ്ഞാട്ടെ കുടുംബജീവിതം എങ്ങനായിരിക്കണമെന്ന്. അമ്മച്ചി ഇങ്ങോട്ട് വന്നു. എല്ലാവരുടെയും മുന്നിൽ നിന്ന് അച്ഛന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി, മൈക്രോഫോൺ വാങ്ങി, അച്ഛന്റെ മൈക്കിൽ കൂടെ പറഞ്ഞു, പ്രിയമുള്ളവരെ, അച്ഛനും കൂടെ കേൾക്കാൻ പറയാ, അങ്ങേരെ എന്നെ കെട്ടിയിട്ട് 50 വർഷമായി. 20 വർഷം ഞാനൊരു ഫറവോയുടെ അടിമത്തത്തിലായിരുന്നു. ആരാ പറ? അപ്പച്ചന്റെ അമ്മ. 20 വർഷം ഒരു ഫറവോയുടെ അടിമത്തത്തിലായിരുന്നു. ബാക്കി 30 വർഷം എടുത്തു ഞാൻ അങ്ങേരെ എന്റെ വരുതിക്കൊന്ന് നിർത്താൻ. ഇനി ഒരുത്തനെ കൂടെ പഠിപ്പിക്കാൻ എനിക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് അങ്ങേര് തന്നെ മതി എനിക്ക്. ഏത് കുറവുകളുണ്ടെങ്കിലും ഏത് കുറ്റങ്ങളുണ്ടെങ്കിലും എനിക്കിത് മതി എന്ന് ദൈവസന്നിധിയിൽ പറയാൻ എനിക്ക് മാത്രമേ ഇത് വഹിക്കാനൊക്കൂ, എനിക്ക് മാത്രമേ ഇത് സഹിക്കാനൊക്കൂ, ആക്സെപ്റ്റ് ചെയ്യാൻ. കുറവുകളോടുകൂടി പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത പങ്കാളികളെ കർത്താവെ അംഗീകരിക്കാൻ എനിക്ക് സാധിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 3ാമത്തെ അക്ഷരമാണ് എം. ഫാമിലിയുടെ എം, മീക്ക്നെസ്, ശാന്തത. വലിയ യുദ്ധങ്ങൾക്ക് പോലും ഭവനങ്ങളിൽ സാധ്യതകളുണ്ട്. എന്നാൽ പലപ്പോഴും ശാന്തമായിട്ടിരുന്നാൽ, പലപ്പോഴും വഴക്കിട്ട് കഴിഞ്ഞൊരു 3 ദിവസം കഴിഞ്ഞ് ചിന്തിച്ചിട്ടില്ലേ, എന്തിനായിരുന്നു ശരിക്കും പിണങ്ങിയത്? അല്ലെ? നമ്മൾ ചോദിക്കും, നമ്മൾ മറന്നുപോകും, അമ്മമാര് മറന്നുപോകും, എന്തിനാ പിണങ്ങിയത്? അത് ഓർക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഭർത്താവിന്റെ അടുത്തെന്ന് പറയും, 3 ദിവസമായി നിങ്ങളും ഞാനും കൂടെ മിണ്ടിയിട്ട്. ഇവിടെ പുരുഷന്മാർക്കൊരു പ്രത്യേകത ഉണ്ട്. അവർ തിരിച്ചു ചോദിക്കും, ആഹാ നമ്മൾ പിണങ്ങിയായിരുന്നോ? അല്ലെ? അവരറിഞ്ഞു പോലും കാണത്തില്ല 3 ദിവസം. അയ്യോ നീ പിണങ്ങിയിരിക്കുമായിരുന്നോ? ഞാൻ അറിഞ്ഞേ? അയ്യോ പോട്ട് കേട്ടോ, ഞാൻ ഓർത്തേയില്ല. ഇങ്ങനെ മുന്നോട്ട് പോകാൻ ചില കാര്യങ്ങളിൽ മൗനം പാലിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. കാരണം പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. മേഘങ്ങൾ തന്നെ മുറിക്കുമ്പോഴാണ് അത് മഴയായിട്ട് പൊഴിയാൻ തയ്യാറാവുന്നത്. മണ്ണിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മണ്ണ് തന്നെ ഇളക്കാൻ തയ്യാറാകുമ്പോഴാണ് മണ്ണ് കൃഷിക്ക് യോഗ്യമാകുന്നത്. മണ്ണിൽ വീഴുന്ന വിത്തുകളുടെ പ്രത്യേകത എന്താണ്? മണ്ണിനടിയിലിരുന്ന് അത് അഴുകാൻ തയ്യാറാകുമ്പോഴാണ് അത് തൈയായി മാറുന്നത്. തൈകളെ കണ്ടിട്ടുണ്ടോ? മഴയും വെയിലും ഏൽക്കാൻ തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ് അത് പൂക്കുന്നതും അത് കായ്ക്കുന്നതും. വീണ്ടും വിത്തുകൾ പൊട്ടാൻ തയ്യാറാകുമ്പോഴാണ് അതിൽ നിന്ന് പുതിയ ജീവിതങ്ങൾ ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, മേഘങ്ങളെ പോലെ ചില സമയത്ത് വിട്ടുകൊടുത്തൊന്ന് പൊഴിഞ്ഞു തണുപ്പിക്കാൻ നമ്മുടെ ഇടപെടലുകൾക്കും ഇടപാടുകൾക്കും സാധിക്കണം. മണ്ണ് പോലെ ചിലപ്പോൾ എന്നെ ഇളക്കി മറിച്ചാലും ഞാൻ നിമിത്തം ഈ ഭവനത്തിൽ, ഈ സഭയിൽ ഒരു പ്രശ്നമുണ്ടാകാതിരിക്കാൻ തക്കവണ്ണം ഒന്ന് വിട്ടുകൊടുക്കണം. ഒന്നും അഴുകാൻ, ഒന്നും മാറിക്കൊടുക്കാൻ ഒരുപക്ഷെ സാധിക്കുകയാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം നമ്മുടെ തലമുറയുടെ മുൻപിൽ മാതൃകയുള്ളതായി തീരും. ഫാമിലിയുടെ അടുത്ത അക്ഷരമാണ് എം കഴിഞ്ഞ് ഐ. ഇൻഡിവിജ്വാലിറ്റി. എന്താണ് ഇൻഡിവിജ്വാലിറ്റി? എല്ലാവരും ഓരോ വ്യക്തികളാണ്. മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ, ഇൻഡിവിജ്വാലിറ്റിയെ റെസ്പെക്ട് ചെയ്യാൻ ഒരു കുടുംബത്തിൽ നമ്മൾ പറയാണ്, ഇന്നിതേ ഉള്ളൂ,
ഇന്ന് ഇതേ ഉള്ളൂ. കാരണം എന്താണ്? ഞങ്ങളുടെ അച്ചായൻ ഇത് മാത്രമേ. എന്താ ഈ ഡ്രസ്സ് ഇടാത്തത്? അത് പുള്ളിക്കാരൻ ഇഷ്ടമല്ല. ആർക്കിഷ്ടമല്ല? പുള്ളിക്കാരൻ ഇടണ്ട. എന്നാൽ മറ്റൊരാളിന്റെ ഐഡന്റിറ്റിയെ അതെവിടെയാണ് പ്രതിഫലിക്കുന്നതെന്നറിയോ? മക്കളായി കഴിയുമ്പോൾ മക്കൾ വ്യത്യസ്ത സ്വഭാവമുള്ളവരായിരിക്കും. നമ്മുടെ ഏറ്റവും വലിയ നിരാശയുടെ കാര്യം എന്താണെന്നറിയോ? ഈ മക്കളുടെ ഇൻഡിവിജ്വാലിറ്റിയെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. മക്കളുടെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഇപ്പൊ ഈ സമാപന യോഗത്തിൽ ഒരുപാട് സമ്മാനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. എന്തിനുള്ളതാണ്? സൺഡേ സ്കൂൾ കുട്ടികളുടെ സമ്മാനങ്ങൾ. പലരും അവിടെ ഇരുന്ന് സങ്കടപ്പെടും. കാരണം എന്താണ്? എനിക്കും ഉണ്ട് 2 എണ്ണം. എന്തുകൊണ്ട്? എന്തിനാ ഇങ്ങനെ? നീയൊക്കെ ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്. മാനിന് ഓടാനാണ് കഴിവെങ്കിൽ കുയിലിന് പാടാനാണ് കഴിവ്. മയിലിന് ആടാനാണ് കഴിവ്. മീനിന് നീന്താനാണ് കഴിവ്. എന്റെ ജീവിത പങ്കാളിയുടെ വ്യത്യസ്തമായ സ്വഭാവത്തെ, കഴിവുകളെ അംഗീകരിക്കാൻ, എന്റെ മക്കളുടെ വ്യത്യസ്തമായ കഴിവുകളെ അംഗീകരിക്കാൻ, എന്റെ മരുമക്കളുടെ വ്യത്യസ്തമായ സ്വഭാവങ്ങളെ അംഗീകരിക്കാൻ മരുമക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഉത്സാഹമുള്ളവരാ. നമ്മൾ പറയും, അച്ഛൻ ഇതിനു മുമ്പിരുന്ന പള്ളിയില് ഒരു പെങ്കൊച്ചുങ്ങൾ വല്ലതും ഉണ്ടോ? അപ്പൊ അച്ഛൻ ചോദിക്കും, എങ്ങനത്തെ കൊച്ചിനെയാ വേണ്ടത്? അങ്ങനെയൊന്നുമില്ല അച്ഛാ, ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു ഡിമാൻഡും. നമ്മുടെ ആദ്യത്തെ ഡയലോഗാ അല്ലെ? നമ്മൾ വിശുദ്ധരുടെ ആദ്യത്തെ ഡയലോഗാണ്, ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഡിമാൻഡൊന്നും. അപ്പൊ അച്ഛൻ ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കും, അല്ലെ എന്താ ആന്റി, എന്ത് ഡിമാൻഡാ ഉള്ളത്? അച്ഛാ 1-2 എണ്ണം പറയും. അച്ഛൻ ഇവിടുന്ന് തിരിച്ച് വണ്ടി ഓടിച്ച് തിരിച്ചു പോകുന്ന വഴിക്ക് ഇച്ചിരി കഴിയുമ്പോൾ അച്ഛൻ പറയൂ, എനിക്ക് അങ്ങനെ ഒരു കൊച്ചിനെ എനിക്ക് അറിയാം, പക്ഷെ ആരാന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഓടിച്ച് അച്ഛൻ വീട്ടിലെത്തുമ്പോ അച്ഛന് മനസ്സിലാവും, കന്യകമറിയാം. ആരാ? ഈ ആന്റി പറഞ്ഞ എല്ലാ ഗുണങ്ങളോടുള്ള ഒരു സ്ത്രീയെ എനിക്കറിയാം. ആരാണ്? അതുകൊണ്ടാണല്ലോ സ്വർഗം തിരഞ്ഞെടുത്തത്. കന്യകമറിയാമിനെ മരുമകളാക്കാൻ എനിക്ക് ദൈവം തരാൻ കർത്താവ് തയ്യാറാണ്. പക്ഷേ എന്റെ ഭവനത്തിൽ ഞാൻ യൗസേപ്പിനെ വളർത്തണം. യൗസേപ്പിന് തുണയായിട്ടാണ് മറിയാമിനെ ദൈവം ഏൽപ്പിച്ചത്. അങ്ങനെയെങ്കിൽ എന്റെ മക്കളിൽ യൗസേപ്പും മറിയാമും ഉണ്ടാകാൻ ഞാൻ എന്റെ ഭവനത്തിൽ എന്താണ് ചെയ്യുന്നത്? അടുത്ത അക്ഷരമാണ് ഫാമിലിയിൽ L, ലിസണിങ്. ഇന്നത്തെ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്നറിയോ? ആരൊക്കെയോ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് പറയുന്നുണ്ട്, പക്ഷെ ആരും ഒന്നും. ഒരിക്കല് ജോലി കഴിഞ്ഞ് വരുന്ന വഴിയിൽ ഹസ്ബൻഡ് വൈഫിനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തെങ്കിലും വാങ്ങാനുണ്ടോ? അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ 1-2 സാധനങ്ങളുടെ പേര് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, ഇനിയും കാണും. വീട്ടിൽ വരുന്നുടനെ ഈ കടയിൽ പോവാൻ എന്നോട് പറയരുത്. ഇനി ഞാൻ പോത്തില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഒരു നിമിഷം ആലോചിച്ചിട്ട് ഭാര്യ പറഞ്ഞു, ഉണ്ട്, നിങ്ങൾ വരുമ്പോ ആ ചെവിയും കൂടി ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരണം. എന്ത് കൊണ്ടുവരണം? നിങ്ങളുടെ ആ ചെവിയും കൂടി ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരണം. കാരണം ഞാൻ പറയുന്നതൊന്ന് കേൾക്കാൻ. പലപ്പോഴും നമ്മൾ പറയും, ഞാൻ അന്ന് പറഞ്ഞായിരുന്നില്ലേ, എന്നോടാരും 15 പ്രാവശ്യം പറഞ്ഞ കാര്യമായിരിക്കും. നമ്മുടെ മക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ 5 തവണ വിളിച്ചാലേ അവർ 1 തവണ മൂളത്തുള്ളൂ. എന്തുകൊണ്ടാ? സ്കൂളിലൊക്കെ ഉണ്ടല്ലോ, നമ്മളെ ടീച്ചർ വിളിക്കുമ്പോൾ നമ്മൾ വിറച്ച എണീച്ചുകൊണ്ടിരുന്നല്ലേ. ഇന്ന് വിളിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലണം. നമ്മൾ ഓർക്കും അവനിപ്പോ എഴുന്നേക്കുമെന്നും അവനിപ്പോ ഇങ്ങോട്ട് വരുമെന്നും. അങ്ങനൊന്നുമില്ല. ആവശ്യം ആർക്കാ? വിളിച്ചതാരാ? ടീച്ചറാ. അപ്പൊ ആരങ്ങോട്ട് ചെല്ലണം? ഇപ്പൊ ഞാൻ ചിലപ്പോ പറയും, മോനെ ഒന്ന് എണീച്ച വലിയ ഉപകാരമായിരിക്കും. സോറി മാം, ചാടി എഴുന്നേക്കും. കാരണം എന്താണ്? നമ്മൾ വീട്ടിൽ പരസ്പരം കേൾക്കുന്നില്ല. എന്തൊക്കെയോ ശബ്ദങ്ങൾ മാത്രമേ നമ്മുടെ ഭവനങ്ങളിലുള്ളൂ. നമ്മൾ പരസ്പരം കേൾക്കുന്നില്ല. അവരുടെ ഹൃദയത്തിന്റെ സങ്കടങ്ങൾ കേൾക്കുന്നില്ല. അവരുടെ ആവശ്യങ്ങൾ നമ്മൾ കേൾക്കുന്നില്ല. കൂടെയുള്ളവനെ കേൾക്കുന്നവന് മാത്രമേ അവനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അവസാനത്തെ അക്ഷരകമായ Y, yielding with love and yielding for love. സ്നേഹം, ദൈവസ്നേഹം, ഒരുമിച്ചിരിക്കുന്ന സ്നേഹം, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സ്നേഹം. ഒരു ഭക്ഷണമേശയും ഒരു കർത്തൃമേശയും നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ് ദൈവ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്നത്. കുടുംബങ്ങളിൽ 3 C's വേണം എന്ന് പറയും. ഒന്നാമത്തെ C എന്താണെന്നറിയാമോ? കമ്മ്യൂണിക്കേഷൻ. ഇന്ന് നമ്മുടെ വീട്ടിലില്ലാത്ത ഏറ്റവും വലിയ സാധനമാണ് കമ്മ്യൂണിക്കേഷൻ. പരസ്പരം എന്തില്ല? യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ? നമ്മൾക്കെല്ലാം സൗകര്യമായപ്പോൾ നമ്മുടെ വീടിന്റെ ഭിത്തിയുടെ അത്രയും വലിയൊരു TV വാങ്ങിച്ച് നമ്മൾ എവിടെ വെച്ചിട്ടുണ്ട്? നമ്മുടെ വീട്ടിൽ. ദൈവത്തിന്റെ കൃപ. വലിയ TV ആണല്ലോ എന്ന് അച്ഛൻ പറയുന്നു. എന്റെ അച്ഛാ, ദൈവത്തിന്റെ TV ആണല്ലോ, ദൈവത്തിന്റെ കൃപ. നമ്മൾ ഊണുമേശ വാങ്ങിച്ച് എപ്പോഴും TVക്ക് മുന്നിൽ ഇട്ടേക്കും. എന്നിട്ട് എന്ത് ചെയ്യും?
ചെല്ലുന്ന ഉടനെ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ചെന്ന് കഴിഞ്ഞാൽ ചോറെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താ? TV ഓൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യും? അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഒരു വീട്ടിലിരിക്കുന്ന 4 പേർ എന്തൊക്കെയോ വാരിക്കഴിച്ച് എഴുന്നേറ്റ് പോകുന്ന ഒരു സംസ്കാരം. പരസ്പരം കാണുന്നില്ല. എന്തോ മിണ്ടാൻ എപ്പോഴും ഇവളോട്, എന്ത് പറയാനാണ് ഇവളോട്? എന്നാൽ ഒന്നിച്ചിരിക്കുമ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഒറ്റയ്ക്കാകുന്ന ഒരു കാലം വരുമെന്ന് മറന്നു പോകരുത്. ഒറ്റയ്ക്കാകുന്ന കാലം വരുമെന്ന് മറന്നു പോകരുത്. മക്കൾക്ക് ചിറക് വെച്ചവർ പറന്നു പോകുമെന്ന് മറന്നു പോകരുത്. മക്കൾ മാനസികമായി നമ്മളോട് ചേർന്നിരിക്കണമെന്നത് മറന്നു പോകരുത്. പണ്ടൊന്നുമില്ലായ്മയുടെ കാലത്ത് 8ഉം 10ഉം മക്കളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ ഒരമ്മച്ചി ഒരു കലവുമായിട്ട് നടന്ന് എല്ലായിടത്തും വിളമ്പും. എല്ലായിടത്തും വിളമ്പി കഴിയുമ്പോൾ ഇല്ലായ്മയുടെ കാലത്തും ഈ അപ്പച്ചന്മാര് 1ഉം 2ഉം തവി ചോറ് ആ പാത്രത്തിന്റെ മൂലയ്ക്ക് കോണിലോട്ട് വെച്ചിട്ട് പറയും, എഴുന്നേക്കാൻ നേരത്ത് പറയും, കളയണ്ട, അങ്ങ് കളയണ്ട, കഴിച്ചോ. നമ്മൾ പറയും അങ്ങനെ ആരുടെയും ബാക്കിയൊന്നും കഴിക്കേണ്ട കാര്യം എന്തായിരുന്നു അപ്പച്ചൻ ആ മാറ്റി വെക്കുന്നതിന്റെ അർത്ഥം? അപ്പച്ചൻ വെക്കുന്നതിന്റെ അർത്ഥം ഈ 10 പേരുടെ പാത്രത്തിലും അപ്പന്റെ അമ്മയുടെയും കൂടെ പാത്രത്തിൽ വിളമ്പിയതിനു ശേഷം നിനക്കില്ല എന്ന് ഞാൻ അറിയുന്നു, നിനക്കുണ്ണാനില്ല എന്ന് ഞാൻ അറിയുന്നു. ഇന്ന് നമ്മുടെ ദൈവത്തിന്റെ കൃപ കൊണ്ട് നമുക്കൊന്നിനും ഒരു കുറവില്ല. നമ്മുടെ മേശകളിൽ ആഹാരം നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ അലമാരകളിൽ വസ്ത്രം പലപ്പോഴും ഇടം കൈ കൊണ്ട് പിടിച്ചു നിർത്തിയാണ് വലം കൈ കൊണ്ട് നമ്മൾ വസ്ത്രങ്ങൾ എടുക്കുന്നത്. എല്ലാം സമൃദ്ധമായിട്ടുണ്ട്. പക്ഷെ പരസ്പരം ഷെയർ ചെയ്യാൻ, പരസ്പരം കൊടുക്കാൻ, ഇല്ലാത്തവനെ കണ്ടുപിടിക്കുവാൻ, വിശക്കുന്നവനെ അറിയാൻ, കുടുംബങ്ങളിൽ വെച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ എന്ത് ക്രൈസ്തവ സാക്ഷ്യമാണ്? എന്ത് ക്രൈസ്തവ സാക്ഷ്യമാണ് എന്റെ കുടുംബം കൊണ്ട് ഈ ദേശത്തിനുണ്ടാകുക? രണ്ടാമത്തെ C ആണ് കോംപ്രമൈസ്. കോംപ്രമൈസ്. ചില കോംപ്രമൈസുകൾ വേണം എന്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്ക്. ഞാൻ ഇങ്ങനെയാണ്. ആരാ? ഞാൻ ഇങ്ങനെയാണ്. ഈ ഞാൻ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ഒരു കോംപ്രമൈസിലേക്ക് വരാൻ നമുക്ക് സാധിക്കണം. എന്റെ ഇഷ്ടം 24 മണിക്കൂർ TV കാണുന്നതാ, എന്റെ ഇഷ്ടം 24 മണിക്കൂർ റീൽസ് കാണുന്ന, എന്റെ ഇഷ്ടം 24 മണിക്കൂർ അടുക്കളയിൽ നിന്ന് വചനപ്രഘോഷണം കേൾക്കുന്നതാണെങ്കിലും ഒന്നിച്ച് കുടുംബമായില്ലെങ്കിൽ മക്കൾ ഭവനങ്ങളുടെ ഉള്ളിൽ മതിലുകൾ ഉണ്ടാക്കും. ഇന്നത്തെ പ്രത്യേകത എന്താണ്? ഓരോ മുറിയും ഓരോ മതിലുകളാക്കി മാറ്റിയിരിക്കുകയാണ്. മതിലുകൾ മാറി നമ്മളുടെ കുടുംബങ്ങളിൽ പാലങ്ങൾ ഉണ്ടാകണം. ബ്രിഡ്ജസ്, ഫെൻസസ് മാറ്റി ബ്രിഡ്ജസ് ഉണ്ടാകണം. ബ്രിഡ്ജസിന്റെ പ്രത്യേകത എന്താണ്? ഒരു വശത്ത് നിന്ന് കയറിയാൽ മറുവശത്ത് ഇറങ്ങാം, മറുവശത്ത് നിന്ന് കയറിയാൽ ഈ വശത്ത് ഇറങ്ങാം. എന്റെ അപ്പന്റെയും അമ്മയുടെയും ഹൃദയത്തിന്റെ വേദനയെ മക്കൾ അറിയണമെങ്കിൽ നമ്മളുടെയും അവരുടെയും ഹൃദയങ്ങൾ തമ്മിൽ പാലങ്ങൾ ഉണ്ടാകണം. പാലങ്ങൾ ഉണ്ടാകണം. അവരുടെ സങ്കടങ്ങളെയും വേദനകളെയും അറിയാൻ പാലങ്ങൾ ഉണ്ടാക്കാൻ കുടുംബങ്ങളിൽ ചില കോംപ്രമൈസുകൾ ചെയ്യാൻ, ചില വിട്ടുകൊടുക്കലുകൾ ചെയ്യണം. കാരണം മൂന്നാമത്തെ C ആണ് കമ്മിറ്റ്മെന്റ്. നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ക്രിസ്തീയ കുടുംബം എന്ന് പറഞ്ഞാൽ സ്വാഗത പ്രസംഗത്തിൽ തന്നെ അച്ഛൻ പറഞ്ഞു, സാധാരണ കുടുംബമല്ല, ക്രിസ്തുവിന്റെ സന്നിധിയിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്. ആ കോൺട്രാക്ട് അല്ല. നമ്മുടെ ക്രിസ്തീയ കുടുംബ ബന്ധങ്ങളെല്ലാം കവനന്റുകളാണ്. ദൈവസന്നിധിയിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഇന്നു മുതൽ മരണം വരെ സുഖത്തിൽ മാത്രമല്ല, ദുഃഖത്തിലും സന്തോഷത്തിലും ആനന്ദത്തിലും താഴ്ചയിലും ഉയർച്ചയിലും yielding with love and yielding for love, സ്നേഹത്തിൽ. അതാണ് ദൈവസന്നിധിയിൽ എടുക്കുന്ന കമ്മിറ്റ്മെന്റ്. കാരണം വിവാഹ ശുശ്രൂഷയിൽ പഴയ നിയമത്തിൽ പറയുന്നു, മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായി മലയിലേക്ക് ഇറങ്ങി വരുന്ന മഹോന്നതനായ ദൈവം. പുതിയ നിയമത്തിലാകട്ടെ മണവാട്ടി സഭയെ തന്റെ ചങ്കിനോട് ചേർത്ത് പിടിക്കുന്ന മണവാളൻ ക്രിസ്തു. എന്നിട്ട് പറയുകയാണ്, ഏതവസ്ഥയിലും മണവാട്ടി സഭയെ ചേർത്ത് പിടിക്കുന്ന ക്രിസ്തുവിനെ പോലെ ജീവിത പങ്കാളികൾ പരസ്പരം ചേർന്നിരിക്കണം. എല്ലാ സാഹചര്യവും മാറി ദൈവത്തെ ആരാധിക്കാൻ സാധ്യമല്ല. 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം പറയുകയാണ്, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും നിങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാകുന്നു എന്ന്. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി എന്താണ്? രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവരുടെ ഇടയിലും നമ്മൾ ദൈവത്തിന്
ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. കർത്താവേ, എന്റെ സാന്നിധ്യം, എന്റെ സംസാരം ഒരു സൗരഭ്യവാസന പോലെ ക്ഷമയോടെയുള്ളതായിരിക്കണം എന്നത് നമ്മുടെ പ്രാർത്ഥനയായിരിക്കണം. ഒരിക്കലേ ഒരു ആന്റി, ആ നാട്ടിലൊരു ഗുരു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാ പ്രശ്നത്തിനും പരിഹാരം കാണുന്ന ഒരു സന്യാസി. ആ സന്യാസിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എന്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, എന്റെ വീട്ടിൽ ഭയങ്കര വഴക്കാണ്, എന്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. കാര്യങ്ങളെല്ലാം കേട്ട് ആ ഗുരു പറഞ്ഞു, ഒറ്റ മാർഗമേ ഉള്ളൂ. ഇവിടെ അടുത്തൊരു കാടുണ്ട്, ആ കാട്ടിലൊരു സിംഹമുണ്ട്. ആ സിംഹത്തിന്റെ താടി രോമത്തിൽ നിന്നൊരു രോമം കൊണ്ടുവന്നാൽ ഞാനത് അങ്ങോട്ട് പ്രാർത്ഥിച്ചു തരും. എല്ലാ പ്രശ്നവും, നമ്മൾ ഭയങ്കര വിശ്വാസികളാണെങ്കിലും നമ്മുടെ ഇടയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ചില ഇങ്ങനത്തെ പ്രത്യേകതര രോഗങ്ങൾ നമ്മുടെ ഇടയിൽ കണ്ടുവരാറുണ്ട്. ഈ ആന്റി കൂട്ടുകാരിയോട് ചോദിച്ചു. അവർ രണ്ടുപേരും കൂടെ ബീഫും ഒക്കെ ആയിട്ട് കാട്ടിലേക്ക് പോയി. സിംഹം നടന്നു വന്നപ്പോൾ തന്നെ അവർ പേടിച്ചു. കയ്യിലിരിക്കുന്ന ബീഫ് എറിഞ്ഞിട്ട് ഇവർ തിരിച്ചു പോന്നു. 2-ാം ദിവസം, 3-ാം ദിവസം, ആഴ്ചകൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ദൂരെ നിന്ന് എറിഞ്ഞു കൊടുക്കുന്നത് മാറി, അടുത്ത് ചെന്ന് ഇട്ടുകൊടുക്കാൻ തുടങ്ങി. ഇട്ടുകൊടുക്കൽ മാറി. ഒടുവിൽ 1.5 വർഷമായപ്പോഴത്തേക്കും സിംഹം ആന്റിയുടെ മടിയിൽ തലവെച്ചിരിക്കുകയാണ്. ആന്റി ഇങ്ങനെ സിംഹത്തിന് കഴിക്കാൻ കൊടുക്കുകയാണ്. അപ്പോഴാണ് കൂട്ടുകാരി ഓർമ്മിപ്പിച്ചത്, നമ്മുടെ ജോലി സിംഹത്തെ തീറ്റിപ്പോറ്റുകയല്ല, വീട്ടിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതാണ്. ആന്റി അത് മനസ്സിലാക്കി താടി രോമത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് ഗുരുവിന്റെ അടുക്കലേക്ക് ചെന്നു. ഗുരു പറഞ്ഞു, ഗുരു ഈ താടിരോമം, സിംഹത്തിന്റെ താടിരോമം കയ്യിൽ പിടിച്ചിട്ട് ഗുരു ഇങ്ങനെ നോക്കി കുറച്ചു നേരം ഇരുന്നിട്ട് ഗുരു പറഞ്ഞു, ഈ സിംഹത്തോട് കാണിച്ചതിൽ പകുതി ക്ഷമ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നേ നിങ്ങളുടെ ജീവിതം സമാധാനമുള്ളതായിത്തീരും. എന്റെ കൂടെ കിട്ടിയിരിക്കുന്ന ജീവിത പങ്കാളിയുടെ കുറവുകൾ മനസ്സിലാക്കി കയ്യകലത്തിൽ നിൽക്കാനും ചേർന്ന് നിൽക്കാനും കുടുംബമായി നിൽക്കാനും എങ്ങനെയാണ് സൗരഭ്യവാസനയാകാൻ എനിക്ക് സാധിക്കുക? കുടുംബ പ്രാർത്ഥനകളിൽ, വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കാൻ. ദാനിയേലിന്റെ പുസ്തകത്തിൽ ദാനിയേൽ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ ദൂതൻ വന്നിട്ട് പറയുകയാണ്, ദാനിയേലേ, നീ നിന്റെ ദൈവത്തിന്റെ മുൻപിൽ മുട്ടുകുത്തിയ ആദ്യ നിമിഷം തന്നെ ഞാൻ നിന്നെ കണ്ടു എന്ന്. നമ്മെ കാണുന്ന ഒരു ദൈവം, നമ്മെ അറിയുന്ന ഒരു ദൈവം, നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിന്റെ സന്നിധിയിൽ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് എത്ര നേരം വേറിട്ടിരിക്കാറുണ്ട്, എത്ര നേരം വേറിട്ടിരിക്കാറുണ്ട്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് കുറെ നേരം ഇരുന്നിട്ടൊന്നും കാര്യമില്ല. ഓരോ ദിവസവും എന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തോടൊപ്പം എത്ര നേരം ഇരിക്കാറുണ്ട്. കുടുംബ പ്രാർത്ഥനയിൽ എല്ലാവരെയും ഒന്ന് ചേർത്ത് വെച്ച് കുടുംബ പ്രാർത്ഥന നടത്താൻ എനിക്ക് സാധിക്കാറുണ്ടോ? കുടുംബത്തിൽ ചിട്ടയായി പ്രഭാതത്തിലും സന്ധ്യയിലും. ഒരു ക്രിസ്തീയ കുടുംബത്തിന്റെ ലക്ഷണം എന്തായിരുന്നു? ഈ കുടുംബ പ്രാർത്ഥനകളാ. പലപ്പോഴും ഈ കൺവെൻഷനുകൾക്കൊക്കെ പോയിട്ട് ഒരുപാട് രാത്രിയാവും തിരിച്ചു ചെല്ലുമ്പം. ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ, അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. രാവിലെ തുടങ്ങിയതാണ്, എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. പക്ഷെ വീട്ടിൽ പ്രായമുള്ള ഒരു അമ്മയുണ്ട്. അമ്മ ഞങ്ങൾ ചെല്ലുന്നുടനെ വാക്കിംഗ് സ്റ്റിക്കിലാണ് നടക്കുന്നത്. ഒരു കയ്യിൽ വേദപുസ്തകവും മറ്റു കയ്യിൽ വാക്കിംഗ് സ്റ്റിക്കും ഒക്കെ ആയിട്ട് വരും. ഒരിക്കല് നല്ല സന്തോഷമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചിരിച്ച് കളിച്ച് പറഞ്ഞു, അമ്മേ, ഞങ്ങൾ വരുമ്പോ അങ്ങനെ കാത്തിരിക്കണമെന്നില്ല, അമ്മ കിടന്നോ, ഞങ്ങൾ പ്രയറൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. ഇങ്ങനെയൊന്ന് തലയാട്ടി എന്നെ നോക്കിയിട്ട്, എന്നിട്ട് എന്നോട് 2 വരി ഞാനൊന്ന് പാടട്ടെ. ഞാൻ ഓർത്ത് എന്തോ പാടാനാ, ഞാൻ പറയുമായിരുന്നു, കേൾക്കായിരുന്നു. എന്നോട് പാടുകയാണ്, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീയൊരുങ്ങിയിട്ടുണ്ടോ, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീയൊരുങ്ങിയിട്ടുണ്ടോ, നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ, നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ. എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, നിന്നോട് എനിക്ക് ചോദിക്കാനുള്ള അതാണ്, എണ്ണയുണ്ടോ നിന്റെ വിളക്കിൽ, നീ ഒരു അമ്മയാവാൻ ഒരുങ്ങിയിട്ടുണ്ടോ? പള്ളിയിൽ അച്ഛൻ, അവിടെ ചെല്ലുമ്പോ കൊച്ചമ്മ, കേൾക്കാൻ ആളും ഉണ്ടാവും. പക്ഷെ ഇവിടെ 2 കുഞ്ഞുങ്ങളുണ്ട്. നീ എന്ന അമ്മ ഈ വീട്ടിന്റെ വിളക്കായിട്ട് എരിയാൻ തയ്യാറായില്ലെങ്കിൽ, നിന്റെ വിളക്കിലെ എണ്ണയില്ലാതെ പോയാൽ നിന്റെ മക്കളുടെ മുൻപിൽ ഇരുട്ടുവരും. അവർ വഴിയിൽ വീണുപോകും, അവർ വഴിയിൽ പട്ടുപോകും. ഒടുവിൽ ജനം നിന്നോട് ചോദിക്കും, ലോകമെല്ലാം നന്നാക്കിയിട്ട് വന്നപ്പം നിന്റെ മക്കൾ എവിടെയെന്ന്.
പ്രാർത്ഥിക്കുന്ന നമ്മുടെ മുൻപിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാ. നമ്മുടെ തലമുറ ദൈവസന്നിധിയിൽ മുട്ടുകുത്തണം. എണ്ണ നിന്റെ വിളക്കിലുണ്ടെങ്കിൽ, നീ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ, നിർമ്മലമായ നീതിയുടെ വസ്ത്രം നിന്റെ തലമുറയുടെ മുൻപിൽ നീ ധരിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തെ പറ്റിക്കാൻ പറ്റും. പക്ഷെ ദൈവത്തെ പറ്റിക്കാൻ നമുക്ക് സാധിക്കില്ല. ഉള്ളമറിയുന്ന ദൈവം, ഉള്ളതുപോലെ അറിയുന്ന ദൈവം, അവന്റെ മുൻപിൽ എന്റെ കുടുംബമായിട്ടുള്ള പ്രാർത്ഥനയിൽ, എന്റെ സഭയായിട്ടുള്ള പ്രാർത്ഥനയിൽ ഞാൻ എങ്ങനെയാണ്? സൗരഭ്യവാസനയാണോ? 3, നമ്മുടെ തലമുറകൾ വീണ്ടും ദൈവസന്നിധിയിൽ വരണമെങ്കിൽ സഭയെക്കുറിച്ച് സദ്വാർത്തകൾ ഘോഷിക്കുന്നവരായിരിക്കണം. സഭയെക്കുറിച്ച് സദ്വാർത്തകൾ ഘോഷിക്കുന്നവരായിരിക്കണം. ഇന്ന് സദ്വാർത്തകളെക്കാൾ കൂടുതൽ നമുക്കിഷ്ടം എന്ത് ഘോഷിക്കാനാണ്? നമ്മൾ പറയും, നമ്മൾ അങ്ങനെ പഴയ പോലെ പരദൂഷണം ഒന്നും പറയുന്ന ആൾക്കാരെ, നമ്മൾ പരദൂഷണം പറയുന്നവരാണോ? പറ, നമ്മൾ പരദൂഷണം പറയുന്നവരാണോ? പരദൂഷണം എന്നതൊരു പഴയ വാക്ക്. ഇപ്പോഴത് അപ്ഡേറ്റഡ് വേർഷനായി മാറിയിരിക്കുക അല്ലെ? സാംസങ്, നോക്കിയ ഒക്കെ അപ്ഡേറ്റഡ് വേർഷൻ. ഇന്ന് പരദൂഷണത്തിന്റെ ഇംഗ്ലീഷിലുള്ള വാക്ക് ഫോർവേഡഡ് എന്നാണ്. എന്താണ്? നമുക്ക് രാവിലെ ഒരു മെസ്സേജ് വരികയാണ്, ഇന്ന അച്ഛൻ ഇന്ന സ്ഥലത്ത് ഇന്നയാള് ഇപ്പൊ കണ്ടു. നമ്മൾ എന്ത് ചെയ്യും? ഇതങ്ങോട്ട് ഞെക്കും, അടുത്തയാക്കിടും, താഴെ ഒരു വോയിസ് മെസ്സേജ്. ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. തോമാച്ച, നിന്നോടായോണ്ട് ഞാൻ പറയുക, നീയായിട്ട് ഇനി ഇതിനെ ആരോടും പറ. നീയായിട്ട് ഇനി ആരോടും അന്യന് അപമാനം വരുത്തുന്ന രീതിയിൽ എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ മക്കളുടെ മുൻപിൽ സഭയെക്കുറിച്ചോ ശുശ്രൂഷകളെക്കുറിച്ചോ ശുശ്രൂഷകരെക്കുറിച്ചോ ദൈവജനത്തെക്കുറിച്ചോ ഞാൻ എന്റെ മക്കളുടെ മുൻപിൽ മ്ലേച്ഛമായി താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നുണ്ടെങ്കിൽ വരും തലമുറ എങ്ങനെ ദൈവസഭയിൽ ചേർന്നു വരും? നമ്മുടെ വാഗുണ്ട്. കർത്താവാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. കർത്താവിന്റെ സന്നിധിയിലേക്ക് പാപിനിയായ സ്ത്രീ എന്ന് പറഞ്ഞ് ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ വന്നു. കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് അവിടെ ഇരുന്നു, തന്റെ വിരലുകൊണ്ട് തറയിൽ എഴുതിക്കൊണ്ടിരുന്നു. എന്താണ് അതിന്റെ അർത്ഥം? 33 വർഷങ്ങൾക്ക് മുൻപ് യഹൂദ മലനാട്ടിൽ ഒരു കന്യക ഗർഭം ധരിച്ചിരുന്നു. ക്രിസ്തുയേശുവിനെ ഉദരത്തിൽ വഹിച്ചിരുന്നു മറിയാം. ആരും കല്ലെറിയാതിരിക്കാൻ തക്കവണ്ണം യൗസേപ്പ് എന്നൊരു പുരുഷൻ അവളെ ചേർത്ത് പിടിച്ചു. മറ്റുള്ളവരെ കല്ലെറിയാനല്ല, അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതങ്ങൾ ശുശ്രൂഷകളാകുന്നുള്ളൂ, സൗരഭ്യവാസനയാകുന്നുള്ളൂ. ആകയാൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമുക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തുവാൻ എന്നിലാകാത്തത് എന്താണെന്നുള്ളത് നമുക്ക് തന്നെ ശോധന ചെയ്യാം. കർത്താവേ, എന്നിലെ പരിശുദ്ധാത്മാവിനെ നീ തിരികെ എടുക്കരുതേ. പരിശുദ്ധാത്മാവിൽ ജ്വലിച്ച് പ്രാർത്ഥിച്ച് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകാൻ എന്നെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. 3 പറയാണ്, നിത്യജീവൻ അവിടെ എടുത്തു വെച്ചിരിക്കുകയാണെന്നുള്ള ഭാവത്തിലാണ് നമ്മൾ നടക്കുന്നത്. എന്നാൽ എന്റെ കേൾവികളിൽ എന്തെല്ലാം തെറ്റുകള്, എന്റെ സംസാരങ്ങളിൽ, എന്റെ ഇടപെടലുകളിൽ, എന്റെ ഇടപാടുകളിൽ, എന്റെ രഹസ്യങ്ങളിൽ, എന്റെ പിറുപിറുക്കുകളിൽ, എന്റെ അസൂയയിൽ, അന്യനോടുള്ള അസൂയയിൽ, ദൈവമേ, നിന്റെ സന്നിധിയിൽ എത്താതിരിക്കാൻ അത് കാരണമായി തീരരുതേ. ദൈവസ്നേഹത്തിൽ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാം. ദൈവസ്നേഹത്തിൽ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാൻ സാധിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ തലമുറകൾ, നമ്മുടെ കുടുംബങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഒരുപോലെ മുട്ടുമടക്കുന്നവരാകുകയുള്ളൂ. ദൈവസന്നിധിയിൽ നമ്മുടെ തലമുറകൾ മുട്ടുമടക്കണമെങ്കിൽ നമ്മുടെ മുട്ടുമടക്കലുകളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. നമ്മുടെ വീഴ്ചകളിൽ, നമ്മുടെ താഴ്ചകളിൽ, നമ്മുടെ ഉയർച്ചകളിൽ, നമ്മുടെ സന്തോഷങ്ങളിൽ, നമ്മുടെ ദുഃഖങ്ങളിൽ ഇത് ദൈവ പദ്ധതിയാണെന്ന് നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് നമ്മുടെ മക്കൾ കണ്ടറിയണം. അതുകൊണ്ടാണ് ഈ വർഷത്തെ ചിന്താവിഷയം ദൈവസന്നിധിയിൽ മുട്ടുകുത്തുവീനെന്ന്. മുട്ടുകുത്തുന്നവനെന്ന് പറയുന്നത് ദാസനാവാൻ തയ്യാറാകുന്നവനാണ്, താഴാൻ തയ്യാറാകുന്നവനാണ്, വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നവനാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവമേ എന്നെ തന്നെ വിട്ടുതരുന്നു. എന്തിനു വേണ്ടി? എന്റെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. നമ്മൾ 4 കാര്യങ്ങൾ പറഞ്ഞു. 1, ആത്മീക വർധനവ് വരുത്തിയും. 2, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. 3, നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവിന്റെ കരുണയ്ക്കായിട്ട് കാത്തിരുന്നു. 4, ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിക്കുവാനും സാധിക്കണം. കാരണം സ്വർഗസിയോനിലേക്ക് ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന കപ്പലുകളാണ് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ. ലോകമാകുന്ന വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കുന്ന
കപ്പലുകളാണ് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ. കപ്പലുകൾക്കൊരു പ്രത്യേകതയുണ്ട്, വെള്ളം കൊണ്ടത് മുങ്ങിപ്പോകുന്നില്ല, എന്നാൽ വെള്ളം അതിനുള്ളിൽ കയറുമ്പോഴാണ് അത് മുങ്ങിപ്പോകുന്നത്. കപ്പലിന്റെ നല്ല കപ്പിത്താന്മാരും കപ്പലിന്റെ നല്ല നായികമാരും ശ്രദ്ധയില്ലാതിരുന്നാൽ നമ്മുടെ വിശ്വാസ കപ്പലിൽ വെള്ളം കയറും, നമ്മുടെ കുടുംബങ്ങളിൽ വെള്ളം കയറും, കപ്പൽ മുങ്ങിപ്പോകും. നമ്മൾ അറിയില്ല. യോനയെ പോലെ പിറുപിറുപ്പോടെ നമ്മൾ അപ്പോഴും ഇരിക്കും. എന്തായിരുന്നു യോനയ്ക്ക് സംഭവിച്ചത്? യോന നിനവേ നഗരത്തിന്റെ നാശത്തിന് വേണ്ടി നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴും നമ്മൾ ചിലപ്പോ പറയാറില്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ നടന്നിട്ടും എനിക്കൊന്നും പറ്റിയില്ലല്ലോ, എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ, അപ്പൊ ദൈവത്തിന് എന്നോട് പ്രശ്നമില്ല. അപ്പോഴും ആവണക്കവന് തണലായി കൊടുത്ത ദൈവം. എന്നാൽ ദൈവം കൊടുത്ത ആവണക്കിൽ പുഴു കയറിയത് യോനെ അറിഞ്ഞില്ല. പുഴു ആവണക്കിൽ കുത്തിയത് യോനെ അറിഞ്ഞില്ല. ആവണക്കിന് വാട്ടം തുടങ്ങിയത് യോനെ അറിഞ്ഞില്ല. യോനെ അറിഞ്ഞത് ഇല കരിഞ്ഞ് തലയിൽ വെയിൽ വീണപ്പോഴാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവം തണലായിട്ട് തന്ന കുടുംബം, ദൈവം തണലായിട്ട് തന്ന ജീവിത പങ്കാളി, ദൈവം താങ്ങായിട്ട് തന്നിരിക്കുന്ന സഭ, ദൈവം തണലായിട്ട് തന്നിരിക്കുന്ന മക്കള് എല്ലാവരും ചേർത്ത് നിർത്തുമ്പോൾ പലപ്പോഴും ബന്ധങ്ങളിൽ പുഴു കയറുന്നത് നാം അറിയണം. ദുഷ്ടനും കയറുന്നത് നമ്മൾ അറിയണം. അത് തകർന്നു പോയി കഴിഞ്ഞിട്ടല്ല, വാട്ടം തട്ടുന്നതിന് മുൻപ് വിവേകത്തോടുകൂടി ദൈവസന്നിധിയിൽ മുട്ടുകുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.